കുറച്ച് ദിവസം അമേരിക്കൻ ജീവിതമായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്കൻ ജീവിതമൊക്കെ? അമേരിക്കൻ ജീവിതമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പോലുള്ളവർക്ക് ജീവിക്കാൻ ഇന്ത്യ തന്നെയാണ് നല്ലത് എന്നുള്ളത്. പക്ഷെ അമേരിക്കയിൽ ഒരുപാട് ഇന്ത്യക്കാർ ജീവിക്കുന്നുണ്ട്, അവർക്ക് അഭിപ്രായം ഉണ്ടാവില്ല. അല്ല, എനിക്കെന്ന് വെച്ചാൽ ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ലേ? എനിക്കാണെങ്കിലും ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറയുന്നത് മറ്റൊന്നല്ല, മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് വിസ കിട്ടുമ്പോഴൊന്നും അല്ലല്ലോ അമേരിക്ക. പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയ പർപ്പസിന്റെ കഥയൊക്കെ നമുക്ക് സംസാരിക്കണം. അല്ല, അതെന്താ അറിയോ, ആദ്യമായിട്ട് ഒന്നാമത് അമേരിക്കയിൽ പോകുന്നത്, ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്കുണ്ടായ ഒരു കൾച്ചറൽ ഷോക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രോളി എടുക്കുമല്ലോ. ട്രോളി എടുത്തപ്പം ട്രോളി വലിച്ചിട്ട് കിട്ടുന്നില്ല. നോക്കുമ്പം ഒരു ട്രോളി എടുക്കാൻ $6 കൊടുക്കണം. അതായിരുന്നു എന്റെ ആദ്യത്തെ ഷോക്ക്. $6 എന്ന് പറയുമ്പോ ഏതാണ്ട് ഇന്ത്യൻ റുപ്പി ഒന്ന് അത് പോട്ടെ, കൺവെർട്ട് ചെയ്യുന്നത് പോട്ടെ. നമ്മുടെ നാട്ടിലിത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ആവില്ലേ, ഭയങ്കര സമരവും ഭയങ്കര ബഹളമൊക്കെ ആവുമല്ലോ. അപ്പൊ ക്യാപിറ്റലിസം എന്താണെന്നുള്ളതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് അവിടെ മുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മറ്റൊന്ന് എനിക്ക് തോന്നി, ഞാനുണ്ടായിരുന്നത് DC-യിലും ന്യൂയോർക്കിലുമാണ്. ഈ 2 സ്ഥലത്തും വെള്ളമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയാലേ കിട്ടുള്ളൂ. കുടിവെള്ളം പോലും ഫ്രീ അല്ലല്ലോ. ഇല്ല, നമ്മൾ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാൻ ചെന്നിരുന്ന അങ്ങനെ വെള്ളം കൊണ്ടുവയ്ക്കുക അതൊന്നും അവിടെ ഇല്ല. വെള്ളം വേണമെങ്കിൽ കാശ് അതിന്റെ കൂടെ ബില്ലിന്റെ കൂടെ വരും. ബില്ലിന്റെ അല്ല, ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ അങ്ങനെയൊന്നുമില്ല. വെള്ളം ബോട്ടിലിന്റെ വാട്ടർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ ഇതൊക്കെ എനിക്ക് ഒരു തരത്തിൽ എന്താ പറയാ, ഇന്ത്യയാണ് ഭേദം എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ കാരണം ഉണ്ടാക്കുന്നത്. അല്ല, ഇതൊക്കെ വളരെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അല്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഇന്ത്യയിലൊരു കൾച്ചറിൽ ജീവിച്ചു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കാശ് കൊടുക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ മാത്രമല്ല, നമ്മളില് കുടിവെള്ളം റൈറ്റ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് കുടിവെള്ളം അവകാശമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലും വെള്ളം, ബോട്ടിലിന്റെ വെള്ളം വരുന്നു, അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു, അതൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ അവർ വെള്ളം കൊണ്ട് വെക്കുമല്ലോ, വെള്ളം കൊണ്ട് തരുമല്ലോ. അപ്പൊ ആ ഒരു കൾച്ചറിന്റെ ഒക്കെ ഒരു വ്യത്യാസം എനിക്ക്. അപ്പൊ പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ എന്താ ചെയ്യാ? വെള്ളം വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം, ബോട്ടിലിന്റെ വാട്ടർ. അല്ലാതെ മറ്റേ നമ്മുടെ ക്യാനിൽ കൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിരുന്നില്ല. ഇല്ല, അതാണ് ഞാൻ കണ്ടൊരു അത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ DC-യിലും ന്യൂയോർക്കിലൊന്നും നമുക്കങ്ങനെ ഒരു, ഇപ്പം നമ്മൾ ബോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഫില്ല് ചെയ്യാവുന്ന പബ്ലിക് വാട്ടർ സംവിധാനങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അതൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില്ലറ കൾച്ചറൽ ഷോക്കുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ വളരെ രസകരമായ. എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെയാണ് CPJ അവാർഡ് കിട്ടിയത്? അതാണ് ആദ്യം പറഞ്ഞ കേൾക്കട്ടെ. CPJ അവാർഡ് ഞാൻ കുറേ പല സ്ഥലത്തും പലരും ഇൻ്റർവ്യൂവിലും ഒക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. CPJ-യുടെ അവാർഡ് എന്ന് പറയുന്നത് പലതരത്തിലും സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യുന്ന, അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ടാർഗറ്റിങ്ങിന് വിധേയരാവുന്ന മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അതായത് അതിനെ അതിജീവിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കുള്ളൊരു പുരസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം 2010-ലാണ് എനിക്കെതിരായിട്ടുള്ള കേസ് വരുന്നത്. അത് അബ്ദുൽ നാസർ മദനിക്കെതിരായി കർണാടക പോലീസിൻ്റെ ചാർജ് ഷീറ്റ് ബോഗസ് ആണ് എന്നുള്ളത്, അതൊരു ഫേക്ക്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകയല്ലേ UAP ചുമത്തപ്പെടുന്ന ആദ്യത്തെ ആളാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് 1-2 പേരുടെ പേരുകൾ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കുണ്ട്. എന്തായാലും ഒരു 3 പേരിൽ കൂടുതലൊന്നും അതിനു മുമ്പില്ല. 3-4 പേരിൽ കൂടുതലൊന്നും. 2010 എന്ന് പറയുമ്പോൾ ആ സമയം ദില്ലിയിൽ മൻമോഹൻ സിംഗ് സർക്കാർ, UPA സർക്കാരിന്റെ കാലമാണ്. പക്ഷെ കർണാടക ഭരിക്കുന്നത് BJP യെദ്യൂരപ്പ. അതെ. അപ്പോൾ ആ ചാർജ് ഷീറ്റ് ഫേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള സാക്ഷിമൊഴികൾ വ്യാജമാണ് എന്ന വാർത്തയുടെ പേരിലാണ് എനിക്കെതിരെ കേസ് വരുന്നത്. ഇപ്പോൾ 2010 തുടങ്ങിയ കേസാണ്, ഇന്ന് 2023 ആയിട്ടും ആ കേസുമായി മുമ്പോട്ട് പോകുക തന്നെയാണ് ഞാൻ. അപ്പം അതിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം. അതായത് ഇപ്പോൾ ഇത്രയും വലിയ ഒരു കുറ്റം ചുമത്തപ്പെട്ട്, ഇപ്പോൾ UAPA പോലുള്ള ഒരു വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ളൊരു ആൻറ്റി ടെറർ ലോ ചുമത്തപ്പെട്ട് എന്താ പറയുക, സാധാരണഗതിയിൽ നമ്മൾ മാധ്യമപ്രവർത്തനം അതോടുകൂടി അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഈ പണി പിന്നീട് ചെയ്യാൻ. പക്ഷേ അതിനെ അതിജീവിച്ച് ഈ ജോലിയിൽ തന്നെ തുടരുകയും മാധ്യമപ്രവർത്തനം കുറേ കൂടി വിശാലമായി പിന്നെ കർണാടകയ്ക്കും കേരളത്തിനും ഒക്കെ പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് CPJ എന്നെ ആ ഒരു അവാർഡിന് തിരഞ്ഞെടുത്തതാണ്. അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി KK ഷാഹിനിക്ക്? കാരണം പ്രത്യേകിച്ചും UAPA ഒക്കെ ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ടെററിസ്റ്റ് പട്ടികയിൽ പെട്ടു എന്നാണ് അതിന്റെ വേറൊരു മീനിങ്. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ്, അയ്യോ ഇതിന് ഭയങ്കര ധൈര്യം വേണമല്ലോ. നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനിൽ ചെന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യർക്കും വലിയ തോതിലുള്ള സർവൈവൽ സ്കില്ലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടാൽ ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിപ്പോൾ അപർണയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്രൈസിസിൽ ചെന്ന് പെടുമ്പോൾ എങ്ങനെയാ ക്രൈസിസിനെ അതിജീവിക്കാം എന്നുള്ളത്. ശരിയാ, കാരണം നമ്മളൊരു സിറ്റുവേഷനിൽ പെടുമ്പോഴാണല്ലോ അടുത്ത എന്താണ് ഓപ്ഷൻ, നമ്മൾ എങ്ങനെയാണ് ആ ചലഞ്ചിനെ മൂവ് ചെയ്യുക. പക്ഷെ എന്നാൽ തന്നെ 13 വർഷം അതെ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. തൊണ്ടയിൽ മുള്ളു കുട്ടിയുടെ ചെറിയ പ്രായമൊക്കെ ആയിരുന്നില്ലേ ആ സമയത്ത്? 4 വയസ്സേ ഉള്ളൂ അവന്. അമ്പും വലിയ രീതിയിൽ അതിൽ സഫർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നല്ല പോലെ അവ സഫർ ചെയ്തു എന്ന് മാത്രമല്ല, അവന് ഞങ്ങൾ കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച തരം വിദ്യാഭ്യാസം കൊടുക്കാനും ഒന്നും കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുക, കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു സങ്കല്പം. അപ്പോൾ അതിനനുസരിച്ച് അവനെ പഠിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ അവനങ്ങനെ മോശമൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും അങ്ങനെ ജീവിതത്തെ വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും. നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും, ഇപ്പം എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ വരെ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും കൂടി കൂടുന്നൊരു പരിപാടിയോ ഒക്കെ തീരുമാനിക്കുന്നത് പോലും എൻ്റെ കേസിൻ്റെ ഡേറ്റ് അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ എനിക്ക് വരാൻ പറ്റുമോ, എനിക്ക് കേസിന് അപ്പിയർ ചെയ്യേണ്ട ഡേറ്റ് ആണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെയും എൻ്റെ ചുറ്റുമുള്ള കുറച്ച് പേരുടെയൊക്കെ ജീവിതത്തെ പലതരത്തിൽ ഇത് ഗതി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും UAP ഒക്കെ ചുമത്തുന്ന സമയത്ത് പിന്നീട് ഒരു മാധ്യമ സ്ഥാപനം UAP ചുമത്തപ്പെട്ട ആളാണ് എന്നൊക്കെ ഉള്ളൊരു കൺസേൺ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ മലയാളത്തിലല്ലല്ലോ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. പക്ഷെ അതുകൊണ്ടാകാം കേരളത്തിന് പുറത്ത് ഇപ്പം ഞാൻ തെഹൽക്കയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. തെഹൽക്ക വിട്ടിട്ട് ഞാൻ പിന്നീട് ഓപ്പൺ മാഗസിനിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് മനു ജോസഫാണ് ഓപ്പണിൻ്റെ എഡിറ്റർ. ഹർതോഷ് സിംഗ്ബാൽ, ഇന്ന് കാരവണിൻ്റെ എഡിറ്ററായി ഇരിക്കുന്ന ഹർതോഷ് സിംഗ്ബാലാണ് അന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്ററായിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല എഡിറ്റർമാരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം തെഹൽക്ക കാലം എന്ന് പറഞ്ഞാൽ തരുൺ തേജ്വാൽ, അദ്ദേഹം പിന്നീട് ഒരു കേസിൽ പ്രതിയാവുകയും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എഡിറ്ററായിരുന്നു. ഒരു സെലിബ്രിറ്റി എഡിറ്ററായിരുന്നു. വിനോദ് മേത്തയൊക്കെ പോലെ ഒരു സെലിബ്രിറ്റി എഡിറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയ ടോൾ ഹെഡ്സ് ആയിട്ടുള്ള എഡിറ്റർമാരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആകാം ഇപ്പോൾ മനു ജോസഫ് ഒന്നും, ഇപ്പോൾ ഞാൻ ഓപ്പണിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കേസിനെ ഒന്നും അവർ പരിഗണിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് വരുന്നത് ദേ ടുക്ക് ഇറ്റ് ആസ് എ ബാഡ്ജ് ഓഫ് ഓണർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും. എന്ന് മാത്രമല്ല, എൻ്റെ കേസിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കുടകിൽ പോയി കോടതിയിൽ ഹാജരാവണം. അങ്ങനെ ഓരോ യാത്രയുടെയും 2-3 ദിവസം അതിനെടുക്കും ഞാൻ. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക, ലീവ് എടുക്കുക അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടുമില്ല. അതിനെ ചൊല്ലിയൊന്നും അവരൊന്നും ഒരു അങ്ങനെ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എല്ലാ മാസവും പോകണം കോടതിയിൽ, അപ്പോൾ നിങ്ങൾ എല്ലാ മാസവും അങ്ങനെ ഒരു 3 ദിവസമൊന്നും അങ്ങനെ പറ്റില്ല എന്നോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ കേസ് എൻ്റെ മാധ്യമപ്രവർത്തനം എൻ്റെ കരിയറിൽ എന്നെ ആ തരത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് എഡിറ്റർമാരുടെ ഗുണമാണ്. KK ഷാഹിന വലിയ സൗഹൃദമുള്ള ആളല്ലേ? എങ്ങനെയാ സൗഹൃദങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുപോകുന്നത്? എങ്ങനെയാ നിങ്ങളുടെ ഗ്യാതറിങ്? സൗഹൃദത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 3-4 പേരുടെ പേര് പറഞ്ഞേ. പേര് പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ശരിക്കും ഭയങ്കര ഇൻട്രോവേർട്ട് ആയ ഒരാളാണ്. അത് മറ്റുള്ളവർക്ക് എന്താ തോന്നില്ല, മനസ്സിലാവില്ല എന്നുള്ളത് സത്യം തോന്നില്ല. അതെ, എന്താ വെച്ചാൽ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ എൻ്റെ ഒരു പരമാവധി എൻ്റെ 2 കൈവിരലിൽ എണ്ണിയാൽ അതിൽ താഴെയുള്ള അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന. ബാക്കി എനിക്ക് ഒരുപാട് പേര് പരിചയമുണ്ട്. ബാക്കി എല്ലാവരും പരിചയക്കാരാണ്. നമ്മൾ കാണും, സംസാരിക്കും, പക്ഷെ സ്നേഹമുള്ള ആളുകളാണ്. ഇപ്പം എന്നെ ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾ എന്നോട് വളരെ സ്നേഹമുള്ള ആളുകളുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ഈയിടെ മരിച്ചൊരു ആക്ടിവിസ്റ്റ്, ബാംഗ്ലൂരിലുള്ളൊരു ആക്ടിവിസ്റ്റ്, എനിക്ക് അദ്ദേഹത്തെ പരിചയം തന്നെ ഇല്ല. പക്ഷേ സുഹൃത്തുക്കൾ പറഞ്ഞു
എൻ്റെ കേസിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് അദ്ദേഹവും വേറെ 2-3 പേരും കൂടി ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്ന്. ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ പലരുമുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഞാൻ അറിയുക പോലും ചെയ്യാത്ത എന്നാൽ എനിക്ക് വേണ്ടി പലതും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എനിക്ക് മനുഷ്യരോടൊക്കെ സ്നേഹവും മനുഷ്യരോടൊക്കെ ബഹുമാനവുമാണ്. ബഹുമാനമാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് എന്നുള്ളതാണ്. പിന്നെ പലരും ആ റെസ്പെക്റ്റ് കളഞ്ഞു വിളിക്കുന്ന തരത്തിൽ പെരുമാറുമ്പോഴാണ് ആ റെസ്പെക്റ്റ് ഇല്ലാതാവുന്നത്. ഈ സൗഹൃദങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കാറുണ്ടോ? സൗഹൃദങ്ങൾ ആഘോഷമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡൽഹിയിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജീവിത രീതി അങ്ങനെയല്ലാന്ന് തോന്നുന്നു. ഡൽഹിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും വീക്കെൻഡുകളിൽ കുറേ പേര് ഒരുമിച്ച് കാണുകയും നമ്മൾ വീക്കെൻഡ്സ് ഉണ്ടല്ലോ അല്ലേ, വീക്കെൻഡ് പാർട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും എനിക്കറിയാം, എനിക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ആദ്യം ഓടി വന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ ഫാമിലിക്ക് വരാൻ ഒരു സമയമെടുക്കും. ഫാമിലി എപ്പോഴും എത്തുക കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്ന കാലത്ത് നമുക്കൊരു പ്രശ്നം വന്നു, ഒരു ആശുപത്രിയിൽ ആവുന്നൊരവസ്ഥ വന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അവർക്ക് എന്തായാലും പിറ്റേ ദിവസമൊക്കെ എത്താൻ പറ്റുള്ളൂ. ഫാമിലി ഇന്ന് ആര് വരികയാണെങ്കിലും ആദ്യം ഓടിയെത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ സൗഹൃദങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ റോളുള്ള ഒരു കാര്യമാണ്. എനിക്ക് അർത്ഥത്തിൽ ഞാൻ വളരെ റിച്ചാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് കിട്ടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ കെ കെ ഷാഹിദയ്ക്ക് അഭിനന്ദനങ്ങളുടെ ബഹളായിരുന്നു. സൗഹൃദം എല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടാറില്ല. കാരണം പലപ്പോഴും പലർക്കും പല അവാർഡുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു ആഘോഷം കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ആ മൊമെന്റ് എനിക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, ആ കയറി നിന്ന് സംസാരിച്ച ആ മൊമെന്റ് ഒന്ന് കണ്ണു നിറഞ്ഞായിരുന്നോ? ശരിക്കും കണ്ണു നിറഞ്ഞിരുന്നു. അതെന്നെ പറ്റി ഓർത്തിട്ടല്ല, ഞാൻ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആയിരുന്നു. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിദ്ദിഖാപ്പൻ അടക്കമുള്ള ഇന്ത്യയിലെ ഒരു പക്ഷേ ഞാനൊരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും CPJ എന്നെ അറിയാൻ പോലും പറ്റിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാളായതുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ വളരെ ഗംഭീര മാധ്യമ പ്രവർത്തനം നടത്തുന്ന, അതിൻ്റെ പേരിൽ ജയിലിൽ പോവേണ്ടി വന്നിട്ടുള്ള, അതിൻ്റെ പേരിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള, അതിൻ്റെ പേരിൽ കേസുമായി ഇപ്പോഴും നടക്കുന്ന, ഈവൻ കൊല്ലപ്പെട്ടിട്ട് പോലുമുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ, അവരുടെ ഒരു ശബ്ദമായിട്ടാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മ അതെനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, വലിയ സംഘർഷം നടക്കുന്നൊരു സമയമാണ് ആ സമയത്ത്. ഇപ്പം US ന്യൂയോർക്കിലാണെങ്കിലും വലിയ തോതിൽ യുദ്ധവിരുദ്ധ റാലികൾ നടക്കുന്നുണ്ട്. പിന്നെ ന്യൂയോർക്ക് ടൈംസിനെതിരായിട്ടുള്ള പ്രതിഷേധം, ന്യൂയോർക്ക് ടൈംസ് ആണ് ഇതിൻ്റെ ഒരു സ്പോൺസർ. ന്യൂയോർക്ക് ടൈംസിനെതിരായിട്ടുള്ള പ്രതിഷേധം പുറത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഇപ്പം ന്യൂയോർക്ക് ടൈംസ് പിന്നെ ഈ ഗസയിലെ യുദ്ധത്തിൽ, ഫലസ്തീൻ മേലുള്ള ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ച്ചുകൊണ്ടുള്ള വാർത്തകൾ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ന്യൂയോർക്ക് ടൈംസിനെതിരായിട്ടുള്ള വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ, അതായത് പ്രസംഗം നേരത്തെ ഇത്തരം വേദികളിലൊക്കെ പ്രസംഗം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുമല്ലോ. നേരത്തെ പ്രിപ്പയർ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഏറ്റവും അവസാനം ഞാൻ പ്രസംഗം കൺക്ലൂഡ് ചെയ്തത്, ഐ എക്സ്റ്റെൻഡ് മൈ സപ്പോർട്ട് ടു ദ വിക്ടിംസ് ഓഫ് വാർ എന്നുള്ളതാണ്. കാരണം അത് പറയാതെ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. പ്രത്യേകിച്ചും ന്യൂയോർക്ക് ടൈംസ് കൂടി ന്യൂയോർക്ക് ടൈംസ് കൂടി സംഘാടകരായിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്നുകൊണ്ട് ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ന്യൂയോർക്ക് ടൈംസിനെയും ക്വസ്റ്റ്യൻ ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഈ അവാർഡിന് മുമ്പ് ഉണ്ടായ ഒരു കാര്യം, ഞങ്ങൾക്ക് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലൊരു വിസിറ്റ് ഉണ്ടായിരുന്നു. ഈ 4 അവാർഡീസിനും കൂടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ പബ്ലിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ചെയർമാൻ, അദ്ദേഹമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻറ്ററാക്ഷനിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞൊരു സമയത്ത് ഞാൻ ചോദിച്ചു, ന്യൂസ് ക്ലിക്കിനെതിരായി ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്ത, അത് വളരെ ഏകപക്ഷീയമായ വാർത്തയായിരുന്നു. ആ വാർത്തയുടെ പേരിൽ ഞങ്ങളുടെ നാട്ടിലെ വൃദ്ധനായ ഒരു എഡിറ്റർ ഇപ്പോഴും ജയിലിലാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പിന്നീട് എന്തെങ്കിലും ഫോളോ അപ്പ് ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ജേർണലിസ്റ്റ്, ഒരു അവാർഡ് വിന്നറാണെങ്കിൽ പോലും
ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു ജേർണലിസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അതിനിപ്പം അങ്ങനെ ഒരു മറുപടി പറയേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവരുടെ ആതിഥ്യം സ്വീകരിച്ച് ഈ ചോദ്യം ചോദിക്കാതെ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ലായിരുന്നു. കാരണം അങ്ങനെ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ആരും അറിയാനൊന്നും പോകുന്നില്ല, ആരെങ്കിലും അറിയൂല്ലേ എന്നുള്ളതല്ല പ്രശ്നം. എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു നമുക്ക് നമ്മളോട് സമാധാനം, നമ്മളോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളോട് വേണമല്ലോ ഉത്തരം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യം അവിടെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും. എനിക്ക് കിട്ടിയ മറുപടി വളരെ ഈ കസ്റ്റമർ കെയറിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയാണ്. എന്ന് വെച്ചാൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് സംബഡി വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓൺ ദിസ് എന്നുള്ളതാണ് മറുപടി. പക്ഷേ ആ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതെ, പിന്നെ മാത്രമല്ല ഒരു കാര്യം അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഇതിനെക്കുറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരിയായിരിക്കും, കാരണം പബ്ലിഷറാണ്, ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ അത് ചെയർമാനാണ്. അപ്പോൾ ഡെയിലി വാർത്തകളൊന്നും അങ്ങനെ ചെയർമാന്റെ ശ്രദ്ധയിൽ, എല്ലാ വാർത്തയും പ്രത്യേകിച്ചും ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമായിരിക്കും. പക്ഷെ അതവിടെ ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മൊമെന്റാണ്. എനിക്ക് ഈ അവാർഡ് കിട്ടിയതുപോലെ തന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട മൊമെന്റായി ഞാനതിനെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ അവാർഡ് കിട്ടിയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ തന്നെയും പ്രതികരണം? ഇവിടെ അങ്ങനെ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ അങ്ങനെ വാർത്തയൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നാമത് ഞാൻ അവാർഡ് കഴിഞ്ഞിട്ടും പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അപ്പോൾ വേറെ ടൈം സോണിലാണ് ഞാൻ അവിടെ, ഇവിടുത്തെ വാർത്തയൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെയുള്ളവർ എന്താണ് എങ്ങനെയാണ് അതിനൊക്കെ അതൊന്നും ഐ വാസ് നോട്ട് ബോതേർഡ്. ഞാൻ അതിനെ പറ്റിയൊന്നും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല, അതെൻ്റെ ഒരു പരിഗണനാ വിഷയമല്ല. പക്ഷേ ഇത്രയും വലിയൊരു അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഡിസർവ് ചെയ്യുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങളിൽ? അത് ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ ആളുകൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്, എന്തെങ്കിലും അത് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വറീഡല്ല, അതിനെക്കുറിച്ച് അങ്ങനെ ബോധേഡല്ല. ഇപ്പം എല്ലാ മനുഷ്യർ അംഗീകാരമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് എല്ലാ മനുഷ്യരും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒന്നും അംഗീകാരം വേണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. എനിക്ക് കുറച്ചുകൂടി എനിക്ക് കുറച്ചുകൂടി ആ ലെവലിൽ മതി. കുറച്ചുകൂടി ലാർജർ ലെവലിലുള്ള ഒരു ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ വളരെ സീനിയറായ 2 ജേർണലിസ്റ്റുകൾ, അതായത് ഇപ്പോൾ മീ ടു മൂവ്മെൻറ്റിൻ്റെ ഒക്കെ അതിനൊക്കെ തുടക്കം കുറിച്ച് 2 പേരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്, അവരാണ് എനിക്ക് അവാർഡ് തന്നത്. അപ്പം അവരുടെയൊക്കെ അവർ നമ്മുടെ സ്റ്റോറി കണ്ടു, അല്ലെങ്കിൽ അവർ നമ്മളുടെ വർക്കുകൾ ശ്രദ്ധിച്ചു എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത്ര വറീഡൊന്നുമല്ല. ഈ കോളേജ് മുതൽ തന്നെ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം, എസ്പെഷ്യലി ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഒക്കെ ഭാഗമായിരുന്നല്ലോ ഈ ഫെമിനിറ്റി എന്നൊക്കെ ഉള്ളൊരു വിളി. ഒന്ന് തെറി പോലെയാണ് അത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ സ്ത്രീപക്ഷ മൂവ്മെന്റുകൾക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എന്ത് മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഞാൻ ഒരു കേരളത്തിലെ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒരു 1996-97 കാലഘട്ടത്തിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സൂര്യനെല്ലി സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അതിനെ തുടർന്ന് കേരളത്തിൽ വലിയ തോതിൽ പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തായി ചെതറിക്കിടന്നിരുന്ന ചെറിയ ചെറിയ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒന്നിച്ചു വരികയും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും വലിയ തോതിലുള്ളൊരു സംഘാടന നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെയൊക്കെ കുറച്ച് ശേഷമാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ വളരെ സജീവമായി ഒരു 1980-കൾ മുതൽ തന്നെ ഇപ്പോൾ മാനുഷിയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് പട്ടാമ്പിയിൽ മാനുഷി, അല്ലെങ്കിൽ കോട്ടയത്ത് സ്ത്രീ പഠന കേന്ദ്രം, സഹജ, കോഴിക്കോട് അന്വേഷി, ഇങ്ങനെ ധാരാളം ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം ഗ്രൂപ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പുകൾ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം 90കളുടെ അവസാനം 2000-ന്റെ പകുതി വരെയൊക്കെ സജീവമായി നടന്നിരുന്നത് പിന്നീട് അങ്ങനെ അല്ലാതായി. അതിൻ്റെ ഒരു സജീവത കുറഞ്ഞു. അതായത് ഒന്നിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ കേരള സ്ത്രീവേദി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ഞാനതിൽ വളരെ സജീവമായിരുന്നു. പക്ഷെ പിന്നീട് അതിങ്ങനെ അത് വീക്കായി വന്നു. പക്ഷേ ഇപ്പോഴും വിഷയാധിഷ്ഠിതമായിട്ട് കേരളത്തിൽ അത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വലിയ തോതിലുള്ളൊരു വിസിബിലിറ്റി സ്ത്രീകൾക്ക് വന്നു. പിന്നെ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത്
ആദ്യകാലത്ത് ഇപ്പോൾ മാനുഷികടക്കമുള്ള അല്ലെങ്കിൽ സ്ത്രീ പഠന കേന്ദ്രവുമാകട്ടെ, അന്വേഷിയാകട്ടെ, ഇത്തരം ഗ്രൂപ്പുകൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് തന്നെയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള കുറേ കൂടി സ്വതന്ത്രരായിട്ട് നടക്കുന്ന, കുറേ കൂടി സ്വന്തം ജീവിതം സ്വയം നിർണ്ണയിക്കാൻ ശേഷിയുള്ള പെൺകുട്ടികളുടെ ഒരു തലമുറ ഉണ്ടായി വന്നതിൽ കേരളത്തിലെ ഈ ചെറുതെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിന് വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഡയറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു പങ്കുണ്ട്. ഇപ്പോൾ കെ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയുണ്ട്. നമ്മൾ സാധാരണ ഈ സിനിമാക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്, ഇനി നിങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന റോൾ ഏതാണെന്നൊക്കെ ചോദിക്കും പോലെ ഇതുവരെ ചെയ്തിട്ടുള്ള സ്റ്റോറീസിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആത്മസംതൃപ്തിയോടുകൂടി ചെയ്തിട്ട്, എല്ലാം അങ്ങനെ തന്നെയാകാം, എന്നിരുന്നാൽ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇഷ്ടം തോന്നുന്ന ചില സ്റ്റോറീസ് ഉണ്ടാവും. ഒപ്പം തന്നെ ഇനി എന്തിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാരിയർ, ഏതെങ്കിലും ഒരു സ്റ്റോറി ചെയ്യുന്നതിലൊരു ബാരിയറായി നിൽക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ളത് ഒത്തിരി ഉണ്ടത്, അല്ലെങ്കിൽ ഒന്നെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഒറ്റ സ്റ്റോറിയല്ല, അപ്പോൾ ഒരു സീരീസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ള പലപ്പോഴായിട്ട്, ഇത് ഒരു സീരീസ് എന്ന് പറയുന്നത് പരമ്പര എന്നുള്ള അർത്ഥത്തിലല്ല, ഒരേ വിഷയത്തിൽ തന്നെ ഞാൻ പല കാലങ്ങളിലായിട്ട് പല സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിലൊന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളെ കുറിച്ചിട്ടുള്ള സ്റ്റോറികളാണ്. അത് ഞാൻ പല കാലങ്ങളിലായിട്ട്, ഇപ്പോൾ 2012-13, പിന്നീട് ഒരു പക്ഷേ 2020-21, ഇങ്ങനെ പല പല കാലത്തായിട്ട് ഞാൻ അവരെക്കുറിച്ച് എഴുതാനായിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോവുകയും തമിഴ്നാട്ടിലെ പോവുകയും ഞാനത് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്നെ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, പിന്നെ നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എക്സ്ക്ലൂസിവിറ്റി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ചില വിഷയങ്ങൾ, അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഒരു 2-3, അതായത് നമ്മളുടെ നിത്യജീവിതത്തിൻ്റെയും നിത്യവൃത്തിയുടെ ഭാഗമായി നമ്മൾ ഏതാണ്ട് ആഴ്ചയിലൊരു 2-3 ആർട്ടിക്കിളൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പം ഞാൻ ഔട്ട്ലുക്കിൻ്റെ സീനിയർ എഡിറ്റർ ആയതുകൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ സ്വഭാവം മാറി, കുറേയൊക്കെ അതൊരു എഡിറ്റോറിയൽ പോലെയുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. പക്ഷെ ഞാനിനി ഒരു വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറയാവുന്ന 2-3 വിഷയങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി ചെയ്തിട്ട് നിർത്തണം എന്നാണ് എൻ്റെ. ഈ പണി നിർത്തുന്ന കാര്യമാണോ? അതായത് ഈ റെഗുലർ ആയിട്ടുള്ള അതായത് ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് ഉള്ള അത് നിർത്തിയിട്ട് കുറച്ചുകൂടി പിന്നീട് പുസ്തകം എഴുത്തിലേക്കും ഒക്കെ മാറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. എനിക്ക് അപർണയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ജേർണലിസത്തിന് എപ്പോഴും സ്കോപ്പ് ഉണ്ട്. അതിന് നമുക്കൊരു ലെഗസി മീഡിയയുടെ പ്ലാറ്റ്ഫോം വേണമെന്നില്ല, അവരുടെ ഒരു ഫ്ലോറും വേണമെന്നില്ല. നമുക്കിത് ചെയ്യാനുള്ളൊരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ മാർക്കറ്റ് ഓപ്പൺ ആണ്. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ വളരെ സന്തോഷം ഇത്രയധികം സമയം വിശദമായി സംസാരിച്ചത്. താങ്ക് യു.